വണ്ടിപ്പെരിയാർ വാളാർഡിക്ക് സമീപം ഓട്ടോറിക്ഷയിൽ കാറിടിച്ചിട്ട് നിർത്താതെ പോയ അപകടത്തിൽ സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റു. 62 മൈൽ സ്വദേശി മഞ്ജുളയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. നിർത്താതെ പോയ വാഹനത്തിനായുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചു. ബുധനാഴ്ച വൈകുന്നേരം 7:30 അപകടമുണ്ടായത്. വണ്ടിപ്പെരിയാർ വാളാർഡി പ്ലാലക്കാട് ഗേറ്റിന് എതിർവശത്താണ് അപകടം സംഭവിച്ചത്. വണ്ടിപ്പെരിയാറിൽ നിന്നും 62 മൈലിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ വാളാർഡി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ആൾട്ടോ കാർ ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് കാർ നിർത്താതെ പോവുകയും ഓട്ടോറിക്ഷ റോഡിലേക്ക് തന്നെ ഒരു വശത്തായി മറിയുകയും ചെയ്തു. ഈ സമയം യാത്രക്കാരായ 3 പേരും ഡ്രൈവറുമാണ് ഓട്ടോറിക്ഷയിലുണ്ടായിരുന്നത്. ഇതിൽ 62 മൈൽ ലക്ഷം വീട് കോളനി താമസിക്കുന്ന 44 വയസ്സുള്ള മഞ്ജുള ഓട്ടോറിക്ഷയ്ക്ക് അടിയിൽപ്പെട്ടു പോവുകയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ മഞ്ജുളയെ വണ്ടിപ്പെരിയാർ സഹകരണ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തലയ്ക്ക് ഗുരുതര പരിക്കുള്ളതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഞങ്ങൾ ഗ്രാമിൽ ഒരു മറന്നിട്ട് പോയിട്ട് വീട്ടിൽ തിരിച്ചു പോയത്. വളടി കഴിഞ്ഞിട്ട് ആ ടേണിങ്ങിൽ വെച്ചിട്ട് പ്ലാക്കാട് ടേണിങ്ങില്ലേ അവിടെ വെച്ചിട്ട് ഈ കാറും വേഗത്തിൽ വന്ന് ഓട്ടോ തട്ടി മറിച്ചിട്ടിട്ട് വിട്ടുപോയത്. ഞങ്ങൾ പിന്നെ വേഗം ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന മഞ്ജുളയുടെ ഭർത്താവ് മണി, പള്ളിപ്പടിക്ക് സമീപം താമസിക്കുന്ന മെൽവിൻ, ഓട്ടോറിക്ഷ ഡ്രൈവർ ചേരൻ എന്നിവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് നിർത്താതെ പോയ കാറിനായുള്ള തിരച്ചിൽ ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.